ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഇറങ്ങി ചെല്ലാത്ത ഫീൽഡ് വളരെ കുറവാണല്ലേ. ലൈക്ക് വലിയ വലിയ വണ്ടികളൊക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ ഓടിക്കുന്നു, അന്യഗ്രഹങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നു. അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏത് കോണിലും ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്ത് നടക്കുന്ന സ്ത്രീകൾ വരെ ഉണ്ടല്ലേ. എൻ്റെ ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല, എത്ര പേര് അവനവൻ്റെ വീട്ടിലെ എ സി സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്? സത്യസന്ധമായിട്ട് പറയണം, അങ്ങനെ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. ഇനി ഇത് ക്ലീൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത സ്ത്രീകളൊന്നും ഇനി വിഷമിക്കേണ്ട. എൻ്റെ ഈ വ്ലോഗ് ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ്ലി ഞാൻ ഈ എ സിയുടെ രണ്ട് സൈഡിൽ ചെറിയ ബട്ടൺ ഉണ്ട് കേട്ടോ. അവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൽ ഡോർ ഓപ്പൺ ആയിട്ട് വരുവേ. അത് കഴിയുമ്പോൾ അതിൻ്റെ രണ്ട് ഫിൽറ്റർ കാണാനായിട്ട് സാധിക്കും. ഓരോ ഫിൽറ്റർ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ഈ ഫിൽറ്ററിൽ നന്നായിട്ട് തന്നെ പൊടിയുണ്ട് കേട്ടോ. ഈ ഫിൽറ്ററിൻ്റെ അടിയിൽ ചെറിയൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. വളരെ ശ്രദ്ധിച്ച് പയ്യെ സാവധാനത്തിൽ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് തന്നെ പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സർവീസ് ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ട്. നമ്മൾ പൊതുവേ സർവീസ് ചെയ്യുന്നത് പുറത്തുനിന്ന് ആളെയൊക്കെ വിളിച്ചിട്ട് എ സിയുടെ അകവും അതുപോലെ തന്നെ ആ ഡോറിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അതിന് കൂടുതലും പെയിൻ്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ആയിരിക്കും കുറച്ചുകൂടി നല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ടൂത്ത് ബ്രഷാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ എ സിയുടെ ഡോറും അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത്. ആദ്യം ഡോറിൻ്റെ സൈഡൊക്കെയാണ് ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നത്. അതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ അകത്തെ ഷെല്ലുകളൊക്കെ ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. ഇതിലെ ഷെല്ലുകൾ ക്ലീൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. ഷെല്ലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടെന്ന് പറയുന്നത്. അതെന്തെങ്കിലും ഒന്ന് ബെൻഡായിട്ടുണ്ടെങ്കിൽ എ സിയുടെ തണുപ്പ് വളരെയധികം കുറയും കേട്ടോ. 2-3 മാസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ എ സി അകത്തൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എ സി വർക്കിംഗ് ടൈമിൽ പുറത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ പോകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എ സിയുടെ ഫിൽറ്ററിൽ ഒരുപാട് അഴുക്കൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ അകത്തേക്കും ഇറ്റിറ്റായിട്ട് വെള്ളം വീഴാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ തന്നെ ഫിൽറ്റർ ഊരിയിട്ട് ഇതുപോലെ ഒരു 3-4 മാസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ക്ലീൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല കൂളിംഗ് ഒക്കെ ഉണ്ടാവുകയെ. നമ്മൾ ഇതുപോലെ 3-4 മാസമൊക്കെ എത്തി എ സി പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കിയില്ലെങ്കിൽ നമ്മളൊരു നൈറ്റിലൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7-8 മണിക്കൂറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇടയ്ക്കൊക്കെ ഇതൊന്ന് ഓഫാക്കി കൊടുക്കണം കേട്ടോ. അല്ലാത്ത പക്ഷം ഇതിൻ്റെ കണ്ടൻസറിലൊക്കെ ചൂട് പിടിച്ചിട്ട് എ സി മൊത്തത്തിൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് വരെ ഉണ്ടാകും. ഷെല്ലുകളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കാനുണ്ട്. തീരെ നൈസായിട്ടുള്ളവയാണ് ഇതിൻ്റെ ഷെല്ലുകളെന്ന് പറയുന്നത്. അവയിൽ ഏതെങ്കിലും ഒന്ന് ബെൻഡായി കഴിഞ്ഞാൽ അത് എ സിക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇത് ക്ലീനാക്കി എടുക്കാനായിട്ട്. വളരെ സാവധാനത്തിലാണ് ഇത് ഓരോന്നും ക്ലീനാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ പുറത്തുള്ള പോർഷനൊക്കെ നമുക്കിത് വേഗത്തിൽ ക്ലീനാക്കി എടുക്കാം കേട്ടോ. അതായത് അതിൻ്റെ പ്ലാസ്റ്റിക് കോട്ട് ചെയ്തേക്കുന്ന പോർഷനൊക്കെ നമുക്ക് ഇതുപോലെ വേഗത്തിൽ ക്ലീനാക്കി കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ നല്ല ബ്രഷ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത് പച്ചപ്പാതിരാക്കാണ് കേട്ടോ. അതായത് ഒരു 1-1.5 മണിക്കാണ് ഞാൻ എണീച്ചിട്ട് ഈ എ സി നന്നാക്കണം. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഇന്നത്തെ വ്ലോഗിൽ കാണും കേട്ടോ. എൻ്റെ ക്യാമറ പോലും മര്യാദക്കല്ല ഇരിക്കണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ഈ വ്ലോഗ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഷെല്ലുകൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷെല്ലുകൾ മുകളിൽ നിന്ന് താഴേക്കോ അതുപോലെ താഴെ നിന്ന് മേലേക്കോ പോകുന്ന രീതിയിൽ ബ്രഷ് എടുത്ത് വേണം ക്ലീൻ ആക്കി എടുക്കാൻ. നിങ്ങൾ ഈ ഷെല്ലുകൾ ക്ലീൻ ആക്കുമ്പോൾ ഇതുപോലത്തെ ടൂത്ത് ബ്രഷ് തന്നെ എടുക്കണം കേട്ടോ. എന്നാലാണ് ഇത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ ഡോറിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ ഒരു പെയിൻറ്റിൻ്റെ ബ്രഷും കൂടെ കരുതുന്നത് നന്നായിരിക്കും. ഞാൻ രാത്രി 1-1.5 മണിക്ക് എണീച്ച്, അതായത് ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് വ്ലോഗ് എടുക്കുന്നതാണ് കേട്ടോ. ലോകത്തിലെ ഏതെങ്കിലും വ്ലോഗർമാർ ഇതുപോലെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് വ്ലോഗ് എടുത്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്കിത് എ സി ക്ലീൻ ആക്കിയപ്പോൾ അതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വ്ലോഗായിരിക്കും എന്ന് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആക്ച്വലി ഇത് കുട്ടികളാണ് വീഡിയോ ഒക്കെ പിടിക്കുന്നത്, പ്രോപ്പറായിട്ടൊന്നും അല്ല പിടിക്കുന്നത്. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവായി പോകുന്നുണ്ട്. പിന്നെ ഞാൻ മാക്സിമം വോയിസ് ഓവറൊക്കെ കൊടുത്ത് അത് കറക്റ്റാക്കാൻ ശ്രമിക്കുന്നു. ഈ ലേഡീസൊന്നും എ സി നന്നാക്കാൻ, അതായത് എ സിയുടെ തണുപ്പൊക്കെ കുറഞ്ഞല്ലോ ഇനി ആളെ വിളിക്കണമെന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വീടിൻ്റെ അകത്ത് എ സി ഇരിക്കുന്ന പോർഷനൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാട്ടോ. ഇനി എ സി നന്നാക്കാൻ, എ സി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് സർവീസിന് ആളെയൊക്കെ വിളിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നമുക്കും ഇതുപോലെയൊക്കെ ക്ലീൻ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. ആദ്യം ചെയ്യുമ്പോൾ ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മളത് ചെയ്ത് വരുമ്പോൾ നമുക്കത് കറക്റ്റ് ആവും കേട്ടോ. എ സിയുടെ അകമൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ ആ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ബ്രഷ് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ആ ഫിൽറ്ററൊക്കെ ക്ലീൻ ആക്കി എടുക്കുന്നത്. കുറേ കാലമായിട്ടോ ഞാൻ എൻ്റെ എ സിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട്. അതുകൊണ്ട് തന്നെ ഫിൽറ്ററിൽ നന്നായിട്ട് തന്നെ അഴുക്കുണ്ടായിരുന്നു. തീരെ മൃദുവായിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഈ ഫിൽറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ മാക്സിമം പയ്യെ സാവധാനത്തിൽ വേണം അത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഫിൽറ്ററൊക്കെ പൊട്ടിപ്പോകാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ ഫിൽറ്ററാണ് കേട്ടോ. ഇതിലുള്ള പൊടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
നന്നായിട്ട് തന്നെ അഴുക്കുണ്ടായിരുന്നു. ആ നെറ്റ് ഫുൾ കവർ ചെയ്താ കേട്ടോ അഴുക്കിയിരിക്കുന്നേ. അതുകൊണ്ട് തന്നെ എ സിയിൽ ഒട്ടും തണുപ്പുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എ സി ഇത്രയും കാലം ഞാൻ എങ്ങനെ യൂസ് ചെയ്തെന്ന് എനിക്കിപ്പോൾ ദേ ഈ ഫിൽറ്റർ റിമൂവ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. മാക്സിമം ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ആക്കാൻ നോക്കാം കേട്ടോ. ശേഷം നമുക്ക് വെള്ളത്തിൽ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അഴുക്കൊക്കെ ബ്രഷ് വെച്ച് ഉരച്ച് കളഞ്ഞതിന് ശേഷം ഞാൻ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ സ്ക്രബ്ബറോ സോപ്പോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇതിൽ യൂസ് ചെയ്യരുത് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉരച്ചൊന്ന് കഴുകിയാൽ മതി. തീരെ നൈസായിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഈ ഫിൽറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ സ്ക്രബ്ബറോ സോപ്പോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മാക്സിമം നമ്മൾ കൈകൊണ്ട് തന്നെ ഉരച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കൈകൊണ്ട് തന്നെ ഉരയ്ക്കുമ്പോൾ തീരെ ബലം പിടിക്കാണ്ട് വേണം അതൊന്ന് ഉരച്ച് കഴുകിയെടുക്കാനായിട്ട്. അങ്ങനെ 2 ഫിൽറ്ററും 1 ബൈ 1 ആയിട്ട് ഞാൻ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് തോന്നും ബ്രഷ് കൊണ്ട് മാത്രം ക്ലീൻ ആക്കി എടുത്താൽ പോരേന്ന്. അങ്ങനെയല്ല കേട്ടോ. ബ്രഷിൽ കുറച്ച് പൊടികളൊക്കെയാണ് പോവുള്ളൂ. പിന്നെ അതിൽ കുറച്ച് പൊടികളൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും കേട്ടോ. അതിങ്ങനെ വെള്ളത്തിൽ മുക്കി കഴുകി ഒന്ന് തുടച്ചൊക്കെ എടുക്കുമ്പോഴാണ് ആ പൊടികളൊക്കെ പോവുള്ളൂ. അപ്പോഴാട്ടോ ഫിൽറ്റർ മൊത്തത്തിൽ ക്ലീൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ 2 ഫിൽറ്ററും ക്ലീൻ ആക്കിയതിന് ശേഷം ഞാനൊന്നത് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം മാത്രമാണ് എ സിയിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. ഇനി ഫിൽറ്റർ എ സിയിലേക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാൻ താഴേന്ന് മേലോട്ട് ഫിൽറ്റർ കടത്തി വിടാണ്. ഞാൻ ഫിൽറ്റർ എങ്ങനെയാണോ വലിച്ചെടുത്തത് അതുപോലെ തന്നെ മേലോട്ട് ഞാൻ കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മേലെ 2 റേകളുണ്ട്. ആ റേയുടെ മേലെ വരത്തക്ക രീതിയിൽ മുകളിലിട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ താഴത്തെ ഭാഗം താഴെ ഒരു ചെറിയ ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്യും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഫിറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ രണ്ടാമത്തെ ഫിൽറ്ററും ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ഫിൽറ്ററും എവിടെ വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം രണ്ടിൻ്റെ സൈസൊക്കെ കറക്റ്റാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫിൽറ്ററും കടത്തിയപ്പോൾ മേലെയുള്ള റേയുടെ മേലേക്കൂടെ കടത്തി അങ്ങോട്ട് വിട്ടു. താഴെ ഒരു പ്രസ് ബട്ടൺ ഉണ്ട്. അതിൻ്റെ സെൻറ്ററിലേക്ക് വരത്തക്ക വിധം അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അതും ഫിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഡോർ അങ്ങോട്ട് അടച്ചു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എ സി ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ മെയിനായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, അത് തുടക്കത്തിലേ പറയേണ്ട കാര്യമാണ്. ഇതൊരു ഇലക്ട്രിക് ഐറ്റമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ പവർ പ്ലഗ് ഉണ്ടല്ലോ, അത് ഊരിയിട്ട് വേണം ഇത് ക്ലീൻ ചെയ്ത് തുടങ്ങാനായിട്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇനി വീട്ടിലിരിക്കുന്ന ഏതൊരു സ്ത്രീകൾക്കും ഈസി ആയിട്ട് തന്നെ എ സി ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ള മക്കളെല്ലാവർക്കും ഓക്കെ ബൈ.